പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഞാനിവിടെ പറയാൻ പോകുന്ന എൻ്റെ മകൻ്റെ ഒരു രോഗസൗഖ്യമാണ്. എൻ്റെ പേര് ജിബി ഫ്രെഡി. ഞാൻ വരുന്നത് ഒല്ലൂരിൽ നിന്നാണ്, തൃശ്ശൂർ ഒല്ലൂരിൽ നിന്നാണ്. എൻ്റെ മകൻ്റെ സൗഖ്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എൻ്റെ മകന് 4 വയസ്സുള്ളപ്പോൾ മുതലൊരു അലർജിയുടെ രോഗം ഉണ്ടായിരുന്നു. അപ്പോൾ അവന് ഞങ്ങൾ ഭയങ്കര ഹൈപ്പർ ആക്ടിവിറ്റി ആയതുകൊണ്ട് പുള്ളിക്കാരൻ എപ്പോഴും കളിക്കാനൊക്കെ പോയിട്ട് വരുമ്പോഴായിരിക്കും മേത്തൊക്കെ ഇങ്ങനെ കാണാം. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ്റെ കുറുമ്പിൻ്റെ ആയിരിക്കും, എന്തെങ്കിലും പറ്റിയതായിരിക്കും, വീണതായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് മുഖത്തൊക്കെ വലിയ മുഴ, ഹാമർ കൊണ്ട് അടിച്ച് കഴിഞ്ഞിട്ട് വരുന്ന രീതിയിലുള്ള മുഴയാണ് വരിക. അപ്പോൾ ഞാനത് വീണിട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാനത് കൈകൊണ്ട് നന്നായി ഉടച്ച് ആ വേദന, പക്ഷെ അവൻ്റെ വേദന ഉണ്ടാവില്ല, പക്ഷെ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ തടിച്ച് നിൽക്കും. വൈകുന്നേരം ആകുമ്പോൾ കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ചൊറിച്ചിലായിരിക്കും. അപ്പോൾ അതൊരു 4 വയസ്സ് വെച്ച് തുടങ്ങിയെങ്കിലും അത്ര കാര്യമായിട്ട് എടുത്തില്ല. പക്ഷെ 5ാം ക്ലാസ്സിലായപ്പോൾ അവന് ഭയങ്കരമായിട്ട് കൂടി. വൈറ്റ് ഡ്രസ്സൊക്കെ സ്കൂളിലിട്ട് പോയിട്ടുണ്ടെങ്കിൽ പേനയ്ക്ക് വെച്ചിട്ട് ആ കുട്ടിക്ക് കടിക്കുന്ന സമയത്ത് അവിടെയൊക്കെ ഇട്ട് ഇങ്ങനെ മാന്തുമായിരുന്നു. പിന്നെ പഠിക്കാൻ പറ്റില്ല, എന്ത് കഴിച്ചാലും ചൊറിയുക, രാത്രി കിടക്കാൻ പറ്റില്ല, പൗഡർ ഇട്ടാലും പറ്റില്ല, അങ്ങനെ വല്ലാത്തൊരവസ്ഥയായിരുന്നു. തലയിലൊക്കെ നിറച്ചും ഹാമർ കൊണ്ട് അടിച്ച പോലെ വലിയ മുഴ വരുമായിരുന്നു. അപ്പോൾ ഞാനിത് എന്താണാവോ കുട്ടിക്ക് ഇങ്ങനെ വരുന്നത് വെച്ചാൽ ആകെ ടെൻഷൻ. എനിക്ക് അലർജി ആണെന്നൊന്നും എനിക്കറിയില്ല, കാരണം എൻ്റെ ലൈഫിൽ ഞാനിങ്ങനെ കണ്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ടത് കാണുന്നത്. അപ്പോൾ എനിക്ക് ആകെ വിഷമമായി, ഞാനങ്ങനെ ഭയങ്കരമായിട്ട് കരഞ്ഞു. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ അർത്തുങ്കൽ പള്ളിയിലേക്കാണ് നേർന്നത്. എനിക്കിതിനൊരു പോംവഴി കാണിച്ചു തരണമെന്ന് ഞാൻ ആദ്യം നേർന്നത് അങ്ങോട്ടാണ്. അപ്പോൾ എനിക്ക് കൃപാസനത്തെക്കുറിച്ച് ഇതൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ അവിടെ നേർന്നു. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ മരുന്ന് 1 വർഷം ചെയ്തു, അതങ്ങനെ കുറഞ്ഞു. പിന്നീട് വീണ്ടും ഈ മരുന്ന് നിർത്തി കഴിഞ്ഞപ്പോൾ വീണ്ടും ഇത് തുടങ്ങി. അപ്പോൾ ഇതുപോലെ തന്നെ ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ ഞാൻ മെയ് 24-ാം തീയതിയാണ് ഇവിടെ ഉടമ്പടി എടുത്തത്. ഞാൻ അതിന് ശേഷത്തെ പിറ്റത്തെ തിങ്കളാഴ്ച ഞാനിവിടെ പ്രാർത്ഥനയ്ക്ക് വന്നു. പക്ഷെ എൻ്റെ കയ്യിൽ ഈ ഉപ്പും അതുപോലെ തന്നെ തൈലം എല്ലാം ഉണ്ട്. ഞാൻ എല്ലാ ദിവസവും രാവിലെ പ്രത്യക്ഷീണ പ്രാർത്ഥനയും വൈകുന്നേരത്തെ പ്രാർത്ഥന എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഉപയോഗിക്കാനായിട്ടുള്ളത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഇതിനെക്കുറിച്ച് അറിവ് ഞാൻ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ പ്രാർത്ഥന കഴിഞ്ഞ സമയത്ത് ഇവിടെ സൗഖ്യത്തിൻ്റെ ഇതിൽ പറയണ്ടായിരുന്നു, തൈലം കൊണ്ടുള്ള അലർജിയുടെ ഉപയോഗത്തെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇതിരുന്നിട്ട് ഞാൻ എന്തുകൊണ്ട് ഇത് ഉപയോഗിച്ചില്ല അങ്ങനെ ചിന്തിച്ചു. അങ്ങനെ വീട്ടിൽ ചെന്ന് മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഏറ്റവും നല്ല മരുന്ന് എൻ്റെ കയ്യിലുണ്ട്, നീ വായോ എന്ന് പറഞ്ഞ് അവനെ ഞാൻ നിർത്തി. അവൻ്റെ തലയിലും അതുപോലെ തന്നെ അവൻ്റെ നാവിലും ഞാനിത് വിശ്വാസമാണ് എത്തിച്ച് പുരട്ടി കൊടുത്തു. അതിനുശേഷം ഇന്ന് വരെ അവൻ എന്ത് കഴിച്ചിട്ടായാലും അവന് യാതൊരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല, ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഇപ്പം നല്ല കുട്ടിയായിട്ട്. അതുപോലെ തന്നെ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് ചെകുത്താൻ കണ്ട കുരിശിൻ്റെ പോലെയാണ്, ഒരു സ്ഥലത്ത് നിൽക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥിക്കില്ല, എപ്പോഴും മൂത്രമൊഴിക്കാൻ പോവുക, ഇങ്ങനത്തെ ഓരോ ടെൻഷനുകൾ. പ്രാർത്ഥന എത്തിക്കാൻ നിന്ന കുടുംബ പ്രാർത്ഥനയ്ക്ക് അവനെ എത്തിക്കൂല്ല, നമ്മളിട്ട് എത്തിപ്പിക്കൂല, അങ്ങനത്തെ അവസ്ഥ. അപ്പം ഞാൻ മാതാവിനോട് നിയോഗത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ മക്കളെ ദൈവപുത്രനെ വളർത്തിയ പോലെ മക്കളെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്, അവരെ വളർത്തണം, അവരെ 2 പേരെയും ദൈവപുത്രനെ വളർത്തിയ പോലെ തന്നെ എനിക്ക് വളർത്തി നീ തിരിച്ചു തരണം. എനിക്കറിയില്ല അമ്മയെ മക്കളെ വളർത്താൻ, എനിക്കറിയില്ല, അമ്മ മാതാവ് എന്നെ എനിക്ക് വളർത്തി തരണം എന്ന് പറഞ്ഞ് മാതാവിൻ്റെ കീഴിൽ ഞാൻ ഏൽപ്പിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ പ്രാർത്ഥനയുടെ കാര്യം അവൻ എന്നോട് പറഞ്ഞ് ഇങ്ങോട്ട് വരും, നമുക്ക് അമ്മ പ്രാർത്ഥന എത്തിക്കാം, എന്താ അമ്മയ്ക്ക് നേരം വൈകണ പ്രാർത്ഥന എത്തിക്കാൻ, അമ്മ വാ. അപ്പോൾ ഞാൻ പറയും എല്ലാവരും കൂടി ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലാണ്ട് നമ്മൾ ഒറ്റയ്ക്കല്ല എത്തിക്കുക, എല്ലാവരും കൂടി വന്നിട്ട് ഒരുമിച്ചാണ് എത്തിക്കുക. അപ്പോൾ ഒരുമിച്ച് എത്തിക്കുക. അപ്പോൾ അവൻ തന്നെ മുൻകൈ എടുത്ത് അവൻ തന്നെ പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും സ്തുതി കൊടുത്ത് തൈലം പൂശുന്ന സമയത്ത് കണ്ണടച്ചെന്ന് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് അപ്പയ്ക്കും അമ്മയ്ക്കും ഉമ്മയൊക്കെ തന്ന് ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ അവന് ഈ ഉടമ്പടി തൈലം പുരട്ടി തുടങ്ങി. എല്ലാ ദിവസവും എല്ലാവർക്കും ഞാൻ പുരട്ടി കൊടുക്കും. അപ്പോൾ അതിൻ്റെ വിശ്വാസം ഇപ്പോഴും എനിക്ക് മുന്നോട്ട് അമ്മ തന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഇവിടെ നന്ദിയോട് ഓർക്കുന്നു. ആവേ 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 മരിയ.